Hi, welcome back to VK Talkies. PIC Microcontroller memory organization കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് മെമ്മറി? എന്തെങ്കിലും ഒരു വിവരം അല്ലെങ്കിൽ ഒരു ഡാറ്റ ഇൻഫർമേഷൻ മറ്റൊരു അവസരത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് വളരെ ലളിതമായിട്ട് നമുക്ക് മെമ്മറി എന്ന് സൂചിപ്പിക്കാം. പിക്കിൻ്റെ കാര്യത്തിലാവുമ്പോൾ ഡാറ്റ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തി വയ്ക്കുന്ന ഡാറ്റയാണ് ഈ മെമ്മറിയിൽ ശേഖരിക്കപ്പെടുന്നത്. ഇതിനെ വളരെ എളുപ്പത്തിൽ, വളരെ ഫലപ്രദമായിട്ടും വളരെ എളുപ്പത്തിലും നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കുന്നതിനും അത് കഴിയുമ്പോൾ തിരിച്ച് അതുപോലെ തന്നെ വയ്ക്കുന്നതിനും സാധിക്കുന്ന രീതിയിൽ എങ്ങനെ ഈ മെമ്മറി ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ഡിസ്കഷൻ. തുടക്കത്തിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മൈക്രോ കൺട്രോളറിൽ 2 തരത്തിലുള്ള മെമ്മറി ആർക്കിടെക്ചർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ന്യൂമാൻ ആർക്കിടെക്ചറും ഹാർവാർഡ് ആർക്കിടെക്ചറും. ഇതിനകത്ത് ഹാർവാർഡ് ആർക്കിടെക്ചർ ആണ് പിക്കിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഹാർവാർഡ് ആർക്കിടെക്ചറിന്റെ പ്രത്യേകത? ഹാർവാർഡ് മെമ്മറി ആർക്കിടെക്ചറിൽ പ്രോഗ്രാം മെമ്മറിയും ഡാറ്റ മെമ്മറിയും 2 സെപ്പറേറ്റ് ലൊക്കേഷൻസിലാണ് സേവ് ചെയ്യപ്പെടുന്നത്. എന്താ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? രണ്ടിനും ഒരു സമയത്ത് നമുക്ക് ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന് പ്രോസസ്സറിലേക്ക് എത്തിച്ച് ഇൻസ്ട്രക്ഷൻ വളരെ എളുപ്പത്തിൽ പ്രോസസ്സ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഹാർവാർഡ് ആർക്കിടെക്ചറാണ് പിക്കിനകത്ത് മെമ്മറി ആർക്കിടെക്ചറായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന 2 മെമ്മറികൾ, ദാറ്റ് ഈസ് പ്രോഗ്രാം മെമ്മറിയും ഡാറ്റ മെമ്മറിയും, അതിൽ ഓരോന്നിനെയും ഓർഗനൈസ് അതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കാം. ഏറ്റവും ആദ്യം വരുന്നത് പ്രോഗ്രാം മെമ്മറിയാണ്. പ്രോഗ്രാം മെമ്മറിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. 14 ബിറ്റ് ലെങ്ത്തിലുള്ള, അതാണ് ഒരു ഓപ്പ് കോഡിന്റെ ഒരു ഇൻസ്ട്രക്ഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ബിറ്റാണ്. ഈ 14 ബിറ്റ് ലെങ്ത്തിലുള്ള 8K വേർഡ്സ് സേവ് ചെയ്യാവുന്ന ഫ്ലാഷ് മെമ്മറിയാണ് പിക്കിൽ പ്രോഗ്രാം മെമ്മറി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫ്ലാഷ് മെമ്മറിയുടെ പിക്കിന്റെ പ്രോഗ്രാം മെമ്മറിയുടെ ഓർഗനൈസേഷനാണ്. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം 000 മുതൽ FFFH വരെ. ഇതിനകത്തൊക്കെ H എന്നുള്ള ഒരു സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ലെറ്റർ ലാസ്റ്റ് കാണുന്നുണ്ട്. എന്താ ഈ H? ഹെക്സാഡെസിമൽ നമ്പർ എന്ന് സൂചിപ്പിക്കാനുള്ള ഒരു സൂചകം മാത്രമാണ് H ഇവിടെ ഉപയോഗിക്കുന്നത്. പിക്കിനകത്ത് ഹെക്സാഡെസിമൽ നമ്പേഴ്സാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ 000 മുതൽ FFFH വരെയുള്ള ലൊക്കേഷൻസിലാണ് പ്രോഗ്രാം മെമ്മറി നിൽക്കുന്നത്. ഇതിൽ ആദ്യം വരുന്ന മെമ്മറികൾ, ആദ്യം വരുന്ന 0000, ദെൻ 001, 002, 003, 004, ഇത്രയും മെമ്മറികൾ. അതിൽ ഏറ്റവും ആദ്യം വരുന്ന മെമ്മറി എന്ന് പറയുന്നത് 000 ആണ്. അത് റീസെറ്റ് വെക്ടറാണ്. ദാറ്റ് ഈസ് ആ ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? CPU റീസെറ്റ് ചെയ്യപ്പെടണം. നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റെഡി ഫോർ ദ നെക്സ്റ്റ് എക്സിക്യൂഷൻ സൈക്കിൾ. അടുത്തൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് CPU നമ്മൾ റീസെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു, ക്ലീൻ സ്ലേറ്റ് ആക്കി വെച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് എന്ത് പ്രോസസ്സാണോ ചെയ്യേണ്ടത് ആ പ്രോസസ്സിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പ്രോഗ്രാം മുഴുവൻ ഈ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ മെമ്മറിയിലേക്ക് നമ്മൾ ബേൺ ചെയ്യുമെന്നാണ് ഇതിൽ പറയും. അങ്ങനെ ബേൺ ചെയ്യുന്ന സമയത്ത്, ലോഡ് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷൻസിൽ ഒരു റാക്കിൽ എങ്ങനെയാണോ വസ്തുക്കൾ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ കൃത്യമായിട്ട് ഈ പ്രോഗ്രാം മെമ്മറിയുടെ റാക്കുകളിൽ വന്ന് ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് പേസ്റ്റ് ചെയ്യും. നമുക്ക് കാണാം 8K വേർഡ്സ്, അത്രയും ഇൻസ്ട്രക്ഷൻസിനെ സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ ഉണ്ട്. ഇതിനെ 1 by 1 ആയിട്ട് ഏത് ഓർഡറിലാണോ നമുക്ക് പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതേ ഓർഡറിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് CPU രജിസ്റ്റേഴ്സിൽ ഒരു രജിസ്റ്ററിനെ പറ്റി പറഞ്ഞിരുന്നു. ആ പ്രോഗ്രാം കൗണ്ടറാണ് ഇതിന് ഏറ്റവും മുകളിലായിട്ട് കാണാം. നമുക്ക് പ്രോഗ്രാം കൗണ്ടർ കാണാം. ഈ പ്രോഗ്രാം കൗണ്ടറാണ് ഏത് മെമ്മറി ലൊക്കേഷനിൽ നിന്നാണ് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ എടുക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് പോയിന്റ് ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്ററാണ്. അതൊരു 13 ബിറ്റ് രജിസ്റ്ററാണ്. 13 ബിറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 213, ദാറ്റ് ഈസ് 8K വേർഡ്സിനെ 8K ലൊക്കേഷൻസിനെ പോയിന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഈ 13 ബിറ്റ് രജിസ്റ്റർ ആയിട്ടുള്ള പ്രോഗ്രാം കൗണ്ടറിനുണ്ട്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ ആദ്യം ഏതിനെയാണ് പോയിന്റ് ചെയ്യുക? 000 എന്ന് പറയുന്ന റീസെറ്റ് വെക്ടറിനെ പോയിന്റ് ചെയ്യുന്നു. ഇവിടെ ഈ മെമ്മറി പ്രോഗ്രാം കൗണ്ടർ അല്ലെങ്കിൽ പ്രോഗ്രാം മെമ്മറിയിൽ മെമ്മറി എടുക്കുന്ന 2 രീതിയിലാണ്. 000 ആണ് ആദ്യം വരുന്നതെങ്കിൽ അതിനെ റീസെറ്റിലേക്ക് കൊടുക്കും. ദെൻ 001 മുതൽ 004 വരെയുള്ളത് ഇന്ററപ്റ്റ് വെക്ടേഴ്സ് ആണ്. വാട്ട് ഈസ് ഇന്ററപ്റ്റ് വെക്ടർ?
ഒരു സബ് റൂട്ടീൻ വരുമ്പോൾ, സബ് റൂട്ടീൻ എന്താണ് നമ്മൾ പറഞ്ഞു, മെയിൻ പ്രോഗ്രാമിന്റെ ഇടയിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന ചെറിയ പ്രോഗ്രാംസ് ആണ് സബ് റൂട്ടീൻ. ആ സബ് റൂട്ടീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ഇന്ററപ്റ്റ് വെക്ടേഴ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ററപ്റ്റ് വെക്ടർ വന്നു, ഒരു ഇന്ററപ്റ്റ് വന്നാൽ ആ ഇന്ററപ്റ്റിന്റെ പ്രോസസ് ചെയ്യുന്നു, മെയിൻ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് അത് പ്രോസസ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ മെയിൻ ലൈനിലേക്ക്, പ്രോഗ്രാമിന്റെ മെയിൻ മെനുവിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു. ഇങ്ങനെ കറക്റ്റ് ഓർഡറിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ കൺട്രോൾ ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്ററാണ്. ആദ്യം ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ, മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, ഇങ്ങനെ ഫോളോ ചെയ്ത് പോകും. സപ്പോസ് ഈ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷനിലേക്ക് പെട്ടെന്നൊരു ഇന്ററപ്റ്റ് വരികയാണ്. വാട്ട് ഈസ് ഇന്ററപ്റ്റ്? പുറമേ നിന്നുള്ള ഏതെങ്കിലും ഒരു പെരിഫറൽസ്, നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സെൻസർ ആവാം, USB ആവാം, വാട്ടെവർ ഇറ്റ് ഈസ്, അതിനകത്തുനിന്നൊരു നിർദ്ദേശം കിട്ടുന്നു, എമർജൻസി ആയിട്ട് ഇന്ന ഇവന്റ് അറ്റൻഡ് ചെയ്യണം. ദെൻ നോർമലി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മെയിൻ പ്രോഗ്രാം എക്സിക്യൂഷൻ നിർത്തിവെക്കുകയാണ്. ദെൻ ഇറ്റ് ഈസ് സഡൻലി ഷിഫ്റ്റിംഗ് ടു സബ്റൂട്ടീൻ എക്സിക്യൂഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു, പ്രോഗ്രാം കൗണ്ടർ PC ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ, ഇപ്പൊ ഏഴാമത്തെ ഇതിനകത്ത് ഏഴാമത്തെ ഇതിൽ ഇൻസ്ട്രക്ഷൻ പേജുകളായിട്ടാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് ഏഴാമത്തെ ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത് ചെയ്യേണ്ടത് 8 ആണ്. ഇത് ഓർക്കാൻ വേണ്ടിയിട്ട്, കാരണം സബ് റൂട്ടീൻ കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഓർഡർ തെറ്റരുത്, നേരത്തെ കഴിഞ്ഞതിന്റെ തുടർച്ചയായിട്ട് തന്നെ പോകണം. അപ്പൊ നേരത്തെ കഴിഞ്ഞത് 7 ആണെങ്കിൽ ഇനി ചെയ്യേണ്ടത് 8 ആണ്. ഈ 8 എന്ന് പറയുന്നതിനെ മറ്റൊരു പ്രത്യേക രജിസ്റ്ററിലേക്ക് പുഷ് ചെയ്ത് വെക്കുന്നു, സേവ് ചെയ്ത് വെക്കുന്നു. അതായത് സബ് റൂട്ടീൻ കഴിഞ്ഞാൽ ഇതിനെ എടുക്കണം, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഇങ്ങനെ പുഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന സ്പെഷ്യൽ രജിസ്റ്റേഴ്സ് ആണ് സ്റ്റാക്ക്. 13-bit രജിസ്റ്റർ ആണ്, 8 എണ്ണമാണുള്ളത്. ഇതിൽ ഓരോ സ്റ്റാക്കിലേക്കും നമുക്ക് ഓരോ ഇന്ററപ്റ്റിന് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് പ്രോഗ്രാമിനെ പുഷ് ചെയ്ത് വെക്കാം. പുഷ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാമിന്റെ ലൊക്കേഷൻ ഏതാണോ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷന്റെ ലൊക്കേഷൻ ഏതാണോ, അതിനകത്തെ ജസ്റ്റ് ഫീഡ് ചെയ്ത് വെച്ചിരിക്കും. സബ് റൂട്ടീൻ എക്സിക്യൂഷൻ കഴിഞ്ഞു, ഇന്ററപ്റ്റ് കഴിഞ്ഞു, മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ എവിടെ നിന്ന് വേണോ, ആദ്യം മുതലല്ല, നേരത്തെ 7 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8-ാമത്തെയാണ്. അത് എവിടെ സേവ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്റ്റാക്കിലുണ്ട്. അപ്പൊ സ്റ്റാക്കിൽ ഒരു രജിസ്റ്ററിന്റെ സ്റ്റാക്ക് പോയിന്ററിന് ഈ നേരത്തെ പുഷ് ചെയ്ത ഇൻസ്ട്രക്ഷൻ വീണ്ടും നമ്മൾ പോപ്പ് ചെയ്തെടുക്കുന്നു. പോപ്പ് ചെയ്യാന്നാണ് അതിനെ പറയുക. പുഷും പോപ്പും ഒന്നും ഇൻസ്ട്രക്ഷൻസ് അല്ല, ഇറ്റ് ജസ്റ്റ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് സം ആക്ഷൻസ് ടേക്കിംഗ് പ്ലേസ്. അതിനകത്ത് സംഭവിക്കുന്ന, പ്രോഗ്രാം മെമ്മറിയിൽ സംഭവിക്കുന്ന ആക്ഷൻ സൂചിപ്പിക്കാനുള്ള വാക്കുകൾ മാത്രമാണ്. അപ്പൊ നമ്മൾ പോപ്പ് ചെയ്തെടുത്തു, സ്റ്റാക്ക് പോയിന്ററിന് ഈ ഇൻസ്ട്രക്ഷൻ പോപ്പ് ചെയ്തെടുത്തു. 8, യെസ്, 8-ാമത്തെ ലൊക്കേഷനിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ ഡയറക്റ്റ് ചെയ്യപ്പെടുന്നു. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ പ്രോഗ്രാം മെമ്മറി. മനസ്സിലാവേണ്ടത്. ഇനി ഈ സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ GPR-ലോ SPR-ലോ ഒന്നിലും പെടുന്നതല്ല, CPU രജിസ്റ്റേഴ്സിലും ഇതിലൊന്നും പെടുന്നതല്ല, ഒരു സ്പെഷ്യൽ ഹാർഡ്വെയർ ആണ്. ഇതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 8 എണ്ണമാണ് സ്റ്റാക്ക് ചെയ്യാവുന്നത്. അപ്പോൾ 9-ാമത്തെ ഇന്ററപ്റ്റ് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, 14 ഇന്ററപ്റ്റ് വരെ റിസീവ് ചെയ്യാൻ ആർക്ക് കഴിയും, പിക്കിന് കഴിയും. 14 ഇന്ററപ്റ്റ് വരെ പിക്കിന് സ്വീകരിക്കാൻ ചെയ്യാൻ പറ്റും. അപ്പൊ 8 എണ്ണം കഴിഞ്ഞ് 9-ാമത്തെ വന്നാലോ, പക്ഷെ ഇവിടെ നമുക്ക് സ്റ്റാക്കിൽ 8 പ്രൊവിഷനേ ഉള്ളൂ. 9-ാമത്തെ വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫസ്റ്റ് 1-ാമത്തത് ഡെലിറ്റ് ചെയ്യപ്പെടും, അവിടെ 9-ാമത്തത് സേവ് ചെയ്യപ്പെടും. ദിസ് ഈസ് ദ നോർമൽ റൂട്ടീൻ. Now this is a story of program memory. Now let us see what is happening inside data memory, how it is organized. Data memory നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് 2 വെർഷൻസ് ഉണ്ട്, റാമും EEPROM, ഇലക്ട്രിക്കലി എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി EEPROM. എന്താ രണ്ട് നമ്മൾ വ്യത്യാസം? റാം വോളറ്റൈൽ ആണ്, EEPROM നോൺ വോളറ്റൈൽ ആണ്. എന്ന് വെച്ചാൽ റാമിലത്തെ ഡാറ്റ മൈക്രോകൺട്രോളറിന്റെ സ്വിച്ച് പവർ ഓഫ് ചെയ്യുന്നതോടുകൂടെ റാമിലത്തെ ഡാറ്റ നഷ്ടപ്പെടുന്നു. EEPROM-ൽ അങ്ങനെയല്ല. EEPROM-ൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് അതിനകത്ത് പവർ ഓഫ് ചെയ്താലും സേവ് ചെയ്യപ്പെടും. അപ്പോൾ ഡാറ്റ മെമ്മറിയിലാണ് നമുക്ക് വേണ്ട ഡാറ്റ, പ്രോസസ്സ് ചെയ്യപ്പെടേണ്ട ഡാറ്റ സേവ് ചെയ്തിരിക്കുന്നത്. ഡാറ്റ മെമ്മറി എങ്ങനെയാണ്? 248x8 EEPROM-ലും 348x8 വേർഡ്സ് സേവ് ചെയ്യാവുന്ന റാമുമാണുള്ളത്. അത്ര 8 ബിറ്റ് ഒരു ബൈറ്റ്, അങ്ങനത്തെ 348 വേർഡ്സ് സേവ് ചെയ്യും. 348 ബൈറ്റ് ഡാറ്റ ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് വേണ്ട ഡാറ്റയെ എടുക്കുന്നു. ഇന്ന ലൊക്കേഷനിലാണ് ഡാറ്റ ഉള്ളത്, ഡാറ്റനെ ഫെച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഡാറ്റാ ബസ്സിൽ കൂടെ ഈ ഡാറ്റ എടുത്തു കൊണ്ടുവന്നു. ആ ഡാറ്റ എക്സിക്യൂട്ട് ചെയ്യേണ്ട, അതിന് എന്താണോ ചെയ്യേണ്ടത് അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം മെമ്മറിയിൽ നിന്ന് കിട്ടുന്നു. ഡാറ്റ വൺസ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ കിടക്കും? EEPROM-ൽ എന്ന് പറയുന്ന ഡാറ്റ മെമ്മറിയുടെ തന്നെ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള പോർഷനിൽ അത് സേവ് ചെയ്യപ്പെടുന്നു. പവർ ഓഫ് ചെയ്ത് വീണ്ടും ഓൺ ചെയ്താലും നമുക്ക് ആ ഡാറ്റ എടുക്കാൻ പറ്റണം. ഇനി ഡാറ്റ മെമ്മറി എടുത്തു നോക്കിയാലോ.
ഡാറ്റ മെമ്മറി ഇതാണ് ഡാറ്റ മെമ്മറിയുടെ ഓർഗനൈസേഷൻ കാണിച്ചിരിക്കുന്നത്. ബാങ്കുകളായിട്ട് 4 ബാങ്കുകളായിട്ടാണ്. വാട്ട് ഈസ് ബാങ്ക്? ഒരു ഗ്രൂപ്പുകളായിട്ടാണ് സേവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ ബാങ്കിനകത്തും SFR ഉണ്ട്, GPR ഉണ്ട്. നോർമലി SFR എന്ന് പറയുന്നത് ഏറ്റവും താഴെയായിട്ടാണ് വരുന്നത്, ലോവർ ബൈറ്റിലാണ് വരുന്നത്. അതിന്റെ മേലെ GPR ഉണ്ട്, ട്രസ്റ്റ് രജിസ്റ്ററുകളുണ്ട്, മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രജിസ്റ്ററുകളെല്ലാം വരുന്നുണ്ട്. 128 ബൈറ്റുകളാണ് ഒരു ബാങ്കിനകത്തുള്ളത്. ഇതിൽ ഏത് ബൈറ്റിൽ വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഡാറ്റ സേവ് ചെയ്ത് വെക്കാം. ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ, ഇൻസ്ട്രക്ഷൻ ഓഫ് കോഡിൽ നമ്മൾ രേഖപ്പെടുത്തി കൊടുത്താൽ മതി. അതെങ്ങനെയാണെന്നുള്ള നമ്മൾ ഇനി പറയാം അഡ്രസ്സിംഗ് മോഡിൽ. അപ്പൊ ഇത്തരത്തിൽ 4 ബാങ്കുകളായിട്ട് വെക്കുന്നു. നോർമലി ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്ന ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ബാങ്ക്, ഏത് ബാങ്ക് വേണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. പ്രോഗ്രാമിനകത്ത് നമുക്ക് പറയാം ഇന്ന ബാങ്കിലത്തെ രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ അക്സസ് ചെയ്യുന്നത്. ചില രജിസ്റ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റസ് രജിസ്റ്റർ, കൺട്രോൾ രജിസ്റ്റർ തുടങ്ങിയ ചില രജിസ്റ്റേഴ്സ് എല്ലാ ബാങ്കിൽ നിന്നും അക്സസിബിൾ ആണ്. നമ്മൾ ഏത് ബാങ്ക് സെലക്ട് ചെയ്താലും നമുക്ക് ആ രജിസ്റ്റർ യൂസ് ചെയ്യാൻ പറ്റും. എന്താ അക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ? ഒരു രജിസ്റ്റർ അക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആ രജിസ്റ്ററിൽ പോയിട്ട് ഡാറ്റ എടുക്കാനും തിരിച്ച് അതിലേക്ക് വെക്കാനും കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് മെമ്മറിയിലുള്ള ഡാറ്റ മെമ്മറിയിലെ ഏത് രജിസ്റ്ററിലേക്ക് നമുക്ക് ഡാറ്റ വെക്കാനും തിരിച്ചെടുക്കാനും പറ്റും. ബാങ്കുകളിലേക്ക് ബാങ്കിനെ സെലക്ട് ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ അഡ്രസ്സിംഗ് മെത്തേഡുകളെ കുറിച്ച് പറയും. ദാറ്റ് ഈസ് എങ്ങനെയാണ് ബാങ്കിൽ നിന്ന് ഡാറ്റ നമ്മൾ എടുക്കുന്നത്, എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുപോയി വെക്കുന്നത്. അതാണ് മെമ്മറിയെ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇന്ന അഡ്രസ്സിൽ പോയിട്ട് ഡാറ്റ എടുക്കാം, ഇന്ന അഡ്രസ്സിലേക്ക് തിരിച്ചു വെക്കാം. പിക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും 3 അഡ്രസ്സിംഗ് മോഡുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണമാണ്. ഒന്ന് ഡയറക്റ്റ് അഡ്രസ്സിംഗ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്. ഇതിനോടൊപ്പം നമുക്ക് പറയാവുന്ന ഒരു മോഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യാവുന്ന ഒന്നാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്. നമുക്ക് നോക്കിയാൽ ഓരോ അഡ്രസ്സിംഗ് മോഡുകൾ എന്താണ്. ഒന്നാമത്തെ അഡ്രസ്സിംഗ് മോഡിൽ, ദാറ്റ് ഈസ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ, നമ്മൾ ഇൻസ്ട്രക്ഷനിൽ ഓപ്കോഡിന്റെ ഭാഗമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്ന പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാറ്റ ഇന്ന ലൊക്കേഷനിൽ കൊണ്ടുപോയി വെക്കണം. എവിടെ? നമ്മൾ ഏതെങ്കിലും ബാങ്ക് കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ബാങ്കിലേക്ക് പോകും. നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ ബാങ്ക് 0 ആണ് ഡിഫോൾട്ട് ബാങ്ക്. ഇൻസ്ട്രക്ഷൻ നമ്മളൊന്നും പറയുന്നില്ലെങ്കിൽ ബാങ്ക് 0 വിൽ ഓട്ടോമാറ്റിക്കലി ബി സെലക്ടഡ്. അപ്പോൾ അതല്ല, ബാങ്ക് 0 അല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ഫസ്റ്റ് ബാങ്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് രജിസ്റ്ററിലെ RP1 RP2 എന്ന് പറയുന്ന 2 ബിറ്റുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ സെലക്ട് ചെയ്ത് വെക്കും ഫസ്റ്റ് ബാങ്കാണ്. അപ്പോൾ എങ്ങനെ വരും? 0-1. RP1 RP0 ഇതിൽ നമ്മൾ 0-1 ആയിട്ട് സെലക്ട് ചെയ്ത് വെക്കുന്നു. ദാറ്റ് ഫസ്റ്റ് ബാങ്ക് ഈസ് സെലക്ടഡ്. ഫസ്റ്റ് ബാങ്കിൽ ഇന്ന ലൊക്കേഷനിൽ ഇത് കൊണ്ടുപോയി വെക്കണം. ഇറ്റ്സ് ക്ലിയർ. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ 8ഉം ഒരു സംഖ്യ വേറൊരു സംഖ്യയായിട്ട് കൂട്ടണം. ആ വേറൊരു സംഖ്യ ഏതാണ്? ഇന്ന ലൊക്കേഷനിലുള്ള സംഖ്യ എടുത്തിട്ട് വരണം. ഓപ്പറൻറ്റ് ഇതിനെയാണോ ഡാറ്റ അത് പ്രോസസ് ചെയ്യുന്നതാണ് ഓപ്പറൻറ്റ്. അപ്പോൾ അവിടുന്ന് എടുത്തിട്ട് വരണം. ആ ലൊക്കേഷൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന രീതിയാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മെത്തേഡ്. രണ്ടാമത്തെ രീതിയിൽ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മെത്തേഡിൽ നമ്മൾ എവിടെയാണോ ഡാറ്റ വെക്കേണ്ടത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ ഡാറ്റ എടുക്കേണ്ടത്, ഡാറ്റ മാറ്റം വരുത്തേണ്ടത് ഏത് രജിസ്റ്ററിലുള്ള ഡാറ്റയാണെന്നുള്ളത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ CLR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. എന്താ ക്ലിയർ എന്ന് പറഞ്ഞാൽ? ഒരു രജിസ്റ്ററിൽ സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റ മുഴുവൻ ക്ലിയർ ചെയ്ത് കളയുക, തുടച്ചു കളയുന്നു. 000 അതിനെ സെറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ക്ലിയറിങ്. അപ്പോൾ ഒരു ക്ലിയർ എഫ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഫയലിനെ ക്ലിയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ പറയുകയാണ് ക്ലിയർ എഫ് INDEF എന്ന് പറയുകയാണ്. INDEF എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ രജിസ്റ്റർ അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. INDEF വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് എന്തിന്റെ ഇൻഡിക്കേഷൻ ആണ്? ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. അപ്പൊ ഏത് ഫയലിൽ, ഏത് രജിസ്റ്ററിലെ ഏത് ഫയലാണ് ക്ലിയർ ചെയ്യപ്പെടുക? ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് പോകുന്നു. FSR എന്ന് പറയുന്ന ഫയൽ സെലക്ട് രജിസ്റ്ററിലേക്കാണ് പോകുന്നത്. ഫയൽ സെലക്ട് രജിസ്റ്ററിൽ ഒരു അഡ്രസ് നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രാമത്തെ ബാങ്കിൽ അതെങ്ങനെയാണ്? അത് IRP ഇൻഡയറക്റ്റ് രജിസ്റ്റർ പോയിന്റർ എന്ന് പറയുന്ന ഫ്ലാഗിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. 0 ആണെങ്കിൽ ബാങ്ക് 0യും ബാങ്ക് 1ഉം ആണ് സെലക്ട് ചെയ്യുക. IRP 1 ആണെങ്കിൽ ബാങ്ക് 2ഉം ബാങ്ക് 3യും സെലക്ട് ചെയ്യപ്പെടും. അപ്പൊ സ്റ്റാറ്റസ് രജിസ്റ്ററിലെ IRP ബിറ്റിന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് ഇൻഡയറക്റ്റ് FSRൽ ഏത് ബാങ്കിലേക്ക് പോകണം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ FSR കിടക്കുന്നത്, സപ്പോസ് FSR കിടക്കുന്നത് 0-ലാണ്. അപ്പൊ 0th ബാങ്കിൽ പോകണം. ഏത് ലൊക്കേഷനിൽ പോകണം? അത് FSRൽ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുണ്ട്. നമ്മൾ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടില്ല. പ്രോഗ്രാമിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളൂ? ക്ലിയർ INDEF എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ചെയ്യണം. INDEF എന്ന് പറയുന്ന ഫയലിനെ ക്ലിയർ ചെയ്യണം. INDEF ഏതാണെന്ന് നമ്മൾ പ്രോഗ്രാമിൽ പറയുന്നില്ല, ബട്ട് ഇൻഡയറക്ട്ലി FSRൽ അത് സേവ് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും. ദിസ് ഈസ് ഇൻഡയറക്റ്റ് അഡ്രസ്.
സോ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡുണ്ട്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡുണ്ട്. ഇനി മൂന്നാമതൊരു മോഡുണ്ട്, അതാണ് ഏത്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് വേറെ ഒന്നുമില്ല, ഡാറ്റ നമ്മൾ എവിടെയും എടുത്തു വയ്ക്കുന്നില്ല, നേരിട്ട് തന്നെ ഇൻസ്ട്രക്ഷനിൽ തന്നെ ക്ലിയർ ആയിട്ട്, ഓപ്പ് കോഡിൽ തന്നെ ക്ലിയർ ആയിട്ട് പറയാം ഇന്നതാണ് ഡാറ്റ, ഇനി ഇത് സേവ് ചെയ്ത് കഴിഞ്ഞു, പ്രോസസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്. അഡ്രസ്സിംഗ് മോഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എവിടെ നിന്നാണോ നമുക്ക്, ഏത് മെമ്മറിയാണോ നമുക്ക് ഉപയോഗിക്കേണ്ടത്, ഏത് മെമ്മറിയിൽ നിന്നാണോ എടുത്തിട്ട് വരേണ്ടത്, അല്ലെങ്കിൽ ഏത് മെമ്മറിയിലേക്കാണോ കൊണ്ടുപോയി വെക്കേണ്ടത്, അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ സ്ഥാനം കൃത്യമായിട്ട് പറയുന്ന രീതിയാണ് അഡ്രസ്സിംഗ് മോഡ്. രണ്ട് രീതിയിൽ പറയാം, ഒന്ന് നേരിട്ട് പറയാം ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് സൂചിപ്പിക്കാം. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്നുള്ളത് FSRനകത്ത് സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും, ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. ദിസ് ഇസ് അഡ്രസ്സിംഗ് മോഡ്. ഈ രണ്ട് അഡ്രസ്സിംഗ് മോഡുകളാണെങ്കിലും 9 ബിറ്റുകളാണ് ഒരു മെമ്മറി ലൊക്കേഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ്, ഒരു ഡാറ്റ എടുത്തു കൊണ്ടുവരണം, ഏത് സ്ഥലത്ത് നിന്ന് എടുത്തു കൊണ്ടുവരണം എന്ന് പിക്ക് പറയാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്നത് 9 ബിറ്റുകളാണ്. ഡയറക്റ്റ് ആണെങ്കിലും ശരി, ഇൻഡയറക്റ്റ് ആണെങ്കിലും ശരി. പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മെത്തേഡിൽ നമ്മൾ ആദ്യത്തെ 2 ബിറ്റുകൾ ബാങ്കിനെ സൂചിപ്പിക്കാനും അവസാനത്തെ 7 ബിറ്റുകൾ ലൊക്കേഷനെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു. അതേസമയം ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മെത്തേഡിൽ 1 ബിറ്റ് ബാങ്കിനെ സൂചിപ്പിക്കാനും 1 ബിറ്റ് ഈ കാണിച്ചിരിക്കുന്ന പോലെ 1 ബിറ്റ് ബാങ്കിനെ സൂചിപ്പിക്കാനും ബാക്കി 8 ബിറ്റുകൾ ലൊക്കേഷനെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു. കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളായിട്ട് ചേർത്ത് വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ്, മെഡിക്കൽ സ്റ്റോറിൽ മരുന്നെടുക്കാൻ പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? അതാ ഇങ്ങനെ, ഒരു വലിയ മെഡിക്കൽ സ്റ്റോർ ആണെങ്കിൽ 4ാമത്തെ റാക്കിൽ 3ാമത്തെ വരിയിൽ ആ ബോക്സ്, അങ്ങനെയാണ് അവർ പറയാറുള്ളത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? പിക്കിൽ എങ്ങനെയാണ് പറയുന്നത്? 3ാമത്തെ ബാങ്കിൽ ഇത്രാമത്തെ ലൊക്കേഷൻ 005 എന്ന് പറയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നു. ഇതാണ് പ്രത്യേകത. അപ്പം മെമ്മറി വളരെ എഫിഷ്യൻറ്റ് മെമ്മറി ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, ഓർമ്മകൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, കൃത്യമായിട്ടുള്ള സമയത്ത് അത് എടുക്കാനും ഉപയോഗിക്കാനും കഴിയണം. അപ്പോൾ മാത്രമേ നമുക്ക് വളരെ ക്വിക്കായിട്ട് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർമ്മകളെ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പിക്കിന് സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ കൂടെ ഏകദേശം വ്യക്തമാണ്. ഇതാണ് പിക്കിൻ്റെ മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. I think it's somewhat clear. We'll meet in the next video. Till then,